എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ്റെ വേക്കൻസി ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് മുൻപ് സ്പോട്ട് അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും ടൈം ടേബിൾ, റിസൾട്ട്, ഇംപ്രൂവ്മെൻറ്റ്സ്, എക്സാം, രജിസ്ട്രേഷൻ എന്നിങ്ങനെ ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾക്കും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മുൻപ് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബ് ആകാൻ ഇനി 18 വിദ്യാർത്ഥികൾ മാത്രമാണ് വേണ്ടത്. പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ +1ൻ്റെ അലോട്ട്മെൻറ്റ് രീതിയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. ലഭിക്കാത്ത വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ കാണുന്നത്. ലഭിച്ച വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമില്ല, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഈ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല. ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷ, ഇംപ്രൂവ്മെൻറ്റ്, ടൈം ടേബിൾ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ടൈമിൽ കൃത്യമായ രീതിയിൽ നൽകുന്നതായിരിക്കും. ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണം ലഭിക്കും. നിങ്ങളുടെ കുഞ്ഞനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ SLC ആയാലും 9ാം ക്ലാസ് ആയാലും ചെറിയ ക്ലാസ് ആയാലും നിങ്ങൾക്ക് അതിൻ്റെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഉപകാരങ്ങളും അറിയിപ്പുകളും ഒക്കെ അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് തെളിവിട്ടിരിക്കും. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് HS ക്യാപ്പിൽ നിന്നും അറിയാൻ സാധിച്ചു. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന അഡ്മിഷൻ സ്പോട്ട് അഡ്മിഷനാണ്. സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് HS ക്യാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാളെ 2 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ആരംഭിക്കുക. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ നോക്കാം. സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2 മണി ആവുമ്പോൾ HS ക്യാപ്പിൻ്റെ സൈറ്റിൽ എന്ത് ചെയ്യും? സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വേക്കൻസി ലിസ്റ്റ് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. ആ ജില്ല, അത് നിങ്ങളുടെ ജില്ല, ഇപ്പോൾ എൻ്റെ ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയാണ്. ഞാൻ കാസർഗോഡ് ജില്ല കൊടുക്കുകയാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും എൻ്റെ മുമ്പിൽ വരും. ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് എന്ത് ചെയ്യും? കാസർഗോഡ് ജില്ലയിൽ എന്ത് ചെയ്യും? ഉള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ലിസ്റ്റ് മുമ്പിൽ വരും. അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? വേക്കൻസീസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് നോക്കി, അതായത് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പക്ഷേ നിങ്ങൾക്ക് ഇത്രയും നാളുള്ള അലോട്ട്മെൻറ്റ്, നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾ ആദ്യമായി അഭിമുഖീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് +1 അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങളെ പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് പരിഗണിക്കേണ്ടതായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂള്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. ഈ 3 രീതികളാണ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് എന്താണ്, ഒരു വിദ്യാർത്ഥിക്ക് കാസർഗോഡ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലേക്കുള്ള കോളേജിലേക്ക്, സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സൈറ്റ് വഴി ആ ജില്ലയിലെ സ്കൂളിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. ആ പേരങ്ങ് അടിച്ചു കൊടുത്താൽ മതിയാകും. പക്ഷേ സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയല്ല നടക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ എന്താണ്, നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണോ നിങ്ങളെ പരിഗണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്കൂളുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ശേഷം ഒരു അപേക്ഷയും കൂടി എഴുതി നിങ്ങൾ ആ സ്കൂളുകളിലൊക്കെ പോയി കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പം എനിക്കല്ല, ഒരു വിദ്യാർത്ഥിക്ക് തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ് അല്ലെങ്കിൽ സയൻസ് കോഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് കോഴ്സ് വേണമെങ്കിൽ ഏതൊക്കെ കോഴ്സിലേക്കാണോ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അപേക്ഷ, ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി ലാസ്റ്റ് സിഗ്നേച്ചർ സൈൻ കൊണ്ട് ചെയ്തിട്ട് അപേക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യണം? തായന്നൂർ സ്കൂളിൽ സ്പോട്ട് അഡ്മിഷൻ പരിഗണിക്കണമെങ്കിൽ തായന്നൂർ സ്കൂൾ, കോടോത്ത് സ്കൂളിൽ പോകണമെങ്കിൽ അവിടെ, ഇനി അട്ടയങ്ങാനം സ്കൂളിൽ പോകണം അവിടെ, രാജപുരം വേണമെങ്കിൽ അങ്ങനെ. ഇതൊക്കെ എൻ്റെ നാട്ടിലെ സ്കൂളുകളാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചായവത്ത് പോകണമെങ്കിൽ അവിടെ, അങ്ങനെ നിങ്ങളുടെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സ്കൂൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകില്ല. ചിലപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സ്കൂളൊക്കെ പരിചയം ഉണ്ടാകുക. പക്ഷേ പുറമേയുള്ള വിദ്യാർത്ഥിയായാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് മാത്രമല്ല, ഈ സ്ഥലങ്ങളിലൊക്കെ ഓരോ സ്കൂളുകളും ഉണ്ട്. രാജപുരത്തുണ്ട്, കോടത്തുണ്ട്, അട്ടയങ്ങാനത്തുണ്ട്, താന്നൂരുണ്ട്, ചായവത്തുണ്ട്. അപ്പം ഇതെല്ലാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. +2 വരെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊക്കെ സ്കൂളുകളിലാണോ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് പോകാൻ താല്പര്യമുള്ളത്, ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം, ആ സ്കൂളുകളിലെല്ലാം പോകണം. ആ സ്കൂളിലെല്ലാം നേരിട്ട് പോയിട്ട് അപേക്ഷ എഴുതി കൊടുക്കണം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വിദ്യാർത്ഥിക്ക് താന്നൂർ സ്കൂളിൽ കൊടുക്കണമെങ്കിൽ താന്നൂർ സ്കൂളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കണം. ഇന്ന കോഴ്സിലേക്ക്, ഇന്ന ഹ്യൂമാനിറ്റീസിലേക്ക് അല്ലെങ്കിൽ സയൻസിലേക്ക്, കൊമേഴ്സിലേക്ക് കോടോത്ത് പരിഗണിക്കണമെങ്കിൽ അവിടെ പോയി കൊടുക്കണം. അട്ടയങ്ങാനത്ത് പരിഗണിക്കണമെങ്കിൽ അവിടെ, രാജപുരത്ത് പോകണമെങ്കിൽ അവിടെ, എവിടെയൊക്കെയാണോ ആ വിദ്യാർത്ഥി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ചായോത്ത് പോകണമെങ്കിൽ അവിടെ. അതായത് നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ കൊടുത്താൽ ഓൺലൈനായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഓൺലൈനായിട്ടായിരുന്നു നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ഓഫ്ലൈനാണ്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലാണോ പോകാൻ താല്പര്യമുള്ളത് ആ സ്കൂളുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരിട്ട് അപേക്ഷ കൊടുക്കണം. അത് എത്ര സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രയും സ്കൂളുകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ എന്ത് ചെയ്യണം, വാരി വരിച്ച് കൊടുക്കണം എന്നല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകളിലൊക്കെ നേരിട്ട് ചെന്ന് എന്ത് ചെയ്യണം, അപേക്ഷ എഴുതി കൊടുക്കണം. അതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ അങ്ങനെ എന്ത് ചെയ്യും, ആ സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് HS ക്യാപ്പിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സ്കൂളിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. റാങ്ക് ലിസ്റ്റ് ലഭ്യമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, റാങ്ക് ലിസ്റ്റ് ലഭ്യമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ്, ഇപ്പം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് താന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 150, അവിടെ ആ വിദ്യാർത്ഥിയുടെ റാങ്ക് 150, അവിടെ ലാസ്റ്റ് പ്രവേശിച്ചത് 160. അപ്പോൾ 10 റാങ്കിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അവിടെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അവർ മൊബൈലിൽ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാക്സിമം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷയുടെ അടിയിൽ മൊബൈൽ നമ്പർ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ മൊബൈൽ നമ്പറിലെ റീചാർജ് ഒരിക്കലും ഡീആക്ടിവേറ്റ് ആക്കാൻ പാടില്ല. ഡീആക്ടിവേറ്റ് ആക്കാൻ പാടില്ല, റീചാർജ് തീരാൻ പാടില്ല. അതായത് വിത്തിന് എന്ത് ചെയ്യണം, സാധാരണ ചിലർക്കൊക്കെ റീചാർജ് തീർന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് റീചാർജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്പോട്ട് അഡ്മിഷൻ കഴിയുന്നവരെ, അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പോട്ട് അഡ്മിഷൻ കഴിയുന്നത് വരെയെങ്കിലും ഈ സ്പോട്ടിൻ്റെ അപേക്ഷ ആപ്ലിക്കേഷനും അഡ്മിഷനും ഒക്കെ കഴിയുന്നവരെയെങ്കിലും നിങ്ങളുടെ ഫോണിലെ നെറ്റല്ല കോളിംഗ് തീരാതെ നിങ്ങൾ നോക്കണം. അതായത് നിങ്ങൾ അപേക്ഷയുടെ അടിയിൽ എഴുതി വെക്കുന്ന മാക്സിമം 2 നമ്പേഴ്സെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി 2 മൊബൈൽ ഇല്ലാത്ത വീടുകളിലെ വിദ്യാർത്ഥികൾ മാത്രമാണെങ്കിൽ 1 നമ്പർ എഴുതി കൊടുത്താൽ മതിയാകും. അങ്ങനെ 1 നമ്പർ എഴുതി കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ 1 നമ്പറിലെ കോളിംഗ് ഒരിക്കലും ഡീആക്ടിവേറ്റ് ആകാൻ പാടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ പാടില്ല. അതായത് എപ്പോൾ വേണമെങ്കിലും കോളിംഗ് വരാം. അതായത് അവർ നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, നിങ്ങൾ അപേക്ഷയിൽ നിങ്ങളെ അവിടെ ഇപ്പം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരം അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരാളുടെ കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ താന്നൂർ സ്കൂളിലെ ഒരു മാഷാണെന്ന് വിചാരിച്ചോ, ഞാൻ മാഷൊന്നുമല്ല മാഷാണെന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ ഇങ്ങനെ അപേക്ഷയൊക്കെ എടുക്കും, കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയുടെ പേര് ചുമ്മാ പറഞ്ഞാണ്, അരുൺ എന്നൊരു വിദ്യാർത്ഥിക്ക്, ഈ അരുൺ എന്ന വിദ്യാർത്ഥിക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവൻ്റെ അപേക്ഷ എടുക്കും. അവൻ്റെ മൊബൈൽ നമ്പർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഞാൻ വിളിച്ചിട്ട് പറയും, ഏതാരുണ്ടെ ഞാനിത് ഇന്നപോലത്തെ ഇന്ന സ്കൂളിൽ താന്നൂർ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്, നിനക്ക് ഹ്യൂമാനിറ്റീസിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, നീ അഡ്മിഷൻ വന്നെടുത്തോ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നീ എന്ത് ചെയ്യണം, TC മറ്റു ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇട്ട് വന്ന് എടുത്തോളാം. അങ്ങനെയായിരിക്കും കോളിംഗ് വരിക. അപ്പോൾ അത് വരുമ്പോൾ ചിലപ്പം എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോകളിലൂടെ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.